ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് കട്ട് ഓഫുമായി ബന്ധപ്പെട്ട എന്ത് സംശയങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങളുടെ മാർക്ക്, അതായത് നീറ്റിൽ നിങ്ങളുടെ മാർക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് ഏത് കോഴ്സാണോ നോക്കുന്നത് അത് താഴെ ഒരു ലിങ്ക് ഉണ്ടാകും. ആ ലിങ്ക് നിങ്ങൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായും നിങ്ങളെ ഇവിടുന്ന് ഒരാൾ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് കിട്ടുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരും. പ്രോപ്പറായിട്ട് നിങ്ങളുടെ നീറ്റിന്റെ സ്കോർ, റാങ്ക് ആൻഡ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കോഴ്സും കൂടെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. നമുക്ക് നേരെ കട്ട് ഓഫിലേക്ക് കടക്കാം. ആദ്യം സൈലത്തിന്റെ റിസൾട്ട്, കട്ട് ഓഫ്, ഈ ഒരു ഓർഡറിലായിരിക്കും നമ്മൾ പോവുക. വീഡിയോയിലേക്ക് കടക്കാം. നീറ്റ് 2026 ശേഷം എല്ലാവരും റിസൾട്ട് വന്നു. ഇനി അന്വേഷിക്കുക കട്ട് ഓഫ് കാര്യങ്ങളാണ്. അതിലേക്കാണ് നമ്മൾ കടക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ വീഡിയോ കാണുക. ഇനി നന്നായി മാർക്ക് കിട്ടിയവർക്കും അല്ലെങ്കിൽ കട്ട് ഓഫിന് മുകളിൽ വന്നവർക്കും എല്ലാം കൺഗ്രാറ്റുലേഷൻസ്. കിട്ടാതെ പോയ ബ്രിമ്മിലായുള്ളവർക്ക്, ഇനിയൊന്ന് ശ്രമിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അവരോടൊപ്പവും സൈലമുണ്ട് എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് ഞാൻ മുമ്പോട്ട് പോകുകയാണ്. ഞങ്ങളുടെ 6ാമത്തെ വർഷം, അതായത് 5 ഫുൾ ഇയർ എന്ന് പറയാം, 6ാമത്തെ വർഷത്തെ റിസൾട്ട് ആണ്. ആ റിസൾട്ടിൽ ഞങ്ങൾ ഇതുവരെ സിംഗിൾ ഡിജിറ്റ് റാങ്കിലേക്ക് കഴിഞ്ഞവണ ഇല്ല എന്നുള്ള പരാതിയായിരുന്നു. ആ പരാതി നമ്മൾ പരിഹരിച്ചു. കേരള റാങ്ക് 8 സൈലത്തിലായിരുന്നു. 8 സൈലത്തിലാണെന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അഡ്വാൻസിൽ കേരള റാങ്ക് 3rd എത്തി. ജെഇ മെയിനിൽ 8-9 സൈലത്തിൽ നിന്നായിരുന്നു. അപ്പൊ ജെയിലും നീറ്റിലും ഒരുപോലെ സിംഗിൾ ഡിജിറ്റ് റാങ്കിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. 2026 ഞങ്ങളുടെ സിംഗിൾ ഡിജിറ്റ് റാങ്കിലേക്കുള്ള എൻട്രി മാത്രമാണ്. 27 അടുത്ത വർഷം എന്ന് പറയുന്നത് ഏറ്റവും പീക്കിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള എഫേർട്ടാണ് ഓരോ ടീച്ചേഴ്സും സൈലത്തിൽ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നീറ്റില് സിംഗിൾ ഡിജിറ്റ്, ജെഇ മെയിനില് സിംഗിൾ ഡിജിറ്റ്, ജെഇ അഡ്വാൻസിൽ സിംഗിൾ ഡിജിറ്റ് ആൻഡ് 26 ഇതൊരു തുടക്കമാണ്. 27 അടിപൊളിയായിട്ട് ഇതിനേക്കാൾ മികച്ച റിസൾട്ടിലേക്ക് ഞങ്ങൾ എത്തുമെന്നുള്ള വിശ്വാസത്തിൽ ആൻഡ് അതിനുവേണ്ടിയുള്ള ഹാർഡ് വർക്ക് ടീച്ചേഴ്സും ഓരോ സ്റ്റുഡൻസും ഇടുന്നുണ്ട്. അപ്പൊ ഇവിടേക്ക് കടന്നു വരാൻ ഇരിക്കുന്ന അല്ലെങ്കിൽ ചേരാനിരിക്കുന്ന, റിപ്പീറ്റ് ചെയ്യാൻ വരുന്ന ആളുകൾ എല്ലാവരോടും പറയാൻ ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ഫ്രം ദി ഹാർട്ട് ഞങ്ങൾ ആ എഫേർട്ട് ഇടും. നിങ്ങളും കൂടെ വിചാരിച്ചാൽ നമുക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി പറ്റും. ഒരു സംശയവും അതിൽ എനിക്കില്ല. നമുക്ക് ഒരുമിച്ച് മുമ്പോട്ട് പോകാം. നമ്മൾ നേരെ എന്തിലേക്കാണ് കടക്കാൻ വേണ്ടി പോകുന്നത്? കട്ട് ഓഫ് കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. അതിനു മുമ്പായിട്ട് സൈലത്തിലെ റിസൾട്ടുകൾ, റൈറ്റ്, 15th റാങ്ക്, ഓൾ ഇന്ത്യ റാങ്ക് 483 ഉണ്ട്, ഓൾ ഇന്ത്യ റാങ്ക് 346 ഉണ്ടായിരുന്നു, ഓൾ ഇന്ത്യ റാങ്ക് 826 ഉണ്ട് ആൻഡ് ഓൾ ഇന്ത്യ റാങ്ക് പല ആളുകൾ അല്ലെ, ഓൾ ഇന്ത്യ റാങ്കിലുള്ള അല്ലെങ്കിൽ 600+ സ്കോർ ചെയ്ത ഇത്രയും അധികം ആളുകൾ, 60-ഓളം ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? 600+ സ്കോർ ചെയ്തിട്ടുണ്ട്. മികച്ച ഒരു റിസൾട്ടിലേക്ക് നമുക്ക് എത്തിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് കുട്ടികളെ. അത് വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ട് തന്നെ ഞങ്ങൾ കാണുകയാണ്. കഴിയുമ്പോൾ ഇത്രയും ഡിഫിക്കൽട്ട് എക്സാമിലും ഒരു മാർക്ക് ക്രൈറ്റീരിയം ഇല്ല. അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരു മാർക്ക് ക്രൈറ്റീരിയം വെച്ചിട്ടല്ല സൈലത്തിൽ കുട്ടികളെ എടുക്കുന്നത്. ഒരു മാർക്ക് ക്രൈറ്റീരിയം ഇല്ലാതെ കുട്ടികൾ എത്തി അവർ ഈ ഒരു ടോപ്പ് റിസൾട്ടിലേക്ക് അവരെ എത്തിക്കാൻ വേണ്ടി പറ്റി എന്നുള്ളതാണ്. അതും ഇത്രയും കുറഞ്ഞ വർഷം കൊണ്ട് സൈലം എന്ന പ്ലാറ്റ്ഫോമിൽ ട്രസ്റ്റ് ചെയ്ത് വരുന്ന കുട്ടികളാണ്. അപ്പൊ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യാൻ തയ്യാറായാൽ, ഞങ്ങളുടെ പ്ലാനിനെ വിശ്വസിച്ച് പോകാൻ തയ്യാറായാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് റിസൾട്ടിലേക്ക് എത്തിക്കാൻ പറ്റും. ഞങ്ങൾക്കത് അത്രയും കോൺഫിഡൻസോടുകൂടി തന്നെയാണ് ഞങ്ങൾ നിങ്ങളെ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യുന്നത്. അതിലൊരു സംശയവും വേണ്ട. സൈലത്തിന് റിപ്പീറ്റർ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ, പുതിയ റിപ്പീറ്റർ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഗോയിങ് ടു നമ്മുടെ കട്ട് ഓഫിലേക്ക് പോവാണ്. റിപ്പീറ്റേഴ്സ് ആൻഡ് റിപ്പീറ്റേഴ്സ് 2 ബാച്ചുകൾ. റിപ്പീറ്റേഴ്സ് ബാച്ച് എന്ന് പറഞ്ഞാൽ ഫിനിക്സ് ബാച്ച് ആണ്. കേരളത്തിൽ ആദ്യം സിലബസ് തീർക്കാൻ പോകുന്ന ബാച്ച് ആയിരിക്കും ഫിനിക്സ് ബാച്ച് എന്ന് പറയുന്നത്. വളരെ വേഗത്തിൽ സിലബസ് തീർത്ത് നമ്മൾ നേരെ എന്തിലേക്ക് കടക്കും? റിവിഷനിലേക്ക് കടക്കുന്ന ഒരു ബാച്ച് ആയിരിക്കും. നമ്മളൊരു 4 to 5 months നമ്മൾ സിലബസ് തീർക്കുക, ദെൻ നേരെ എന്തിലേക്ക് പോകുക? മാക്സിമം റിവിഷൻസ് തരിക, മാക്സിമം എക്സാംസ് തരുന്ന ഒരു ബാച്ച് ആയിരിക്കും. 100% ഞാൻ ഉറപ്പ് തരുന്നു, റിസൾട്ട് ഉറപ്പിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ബാച്ച് ആയിരിക്കും നിങ്ങൾക്ക് ഫിനിക്സ് ബാച്ച് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ അവസാനത്തെ റിപ്പീറ്റർ ബാച്ചിലേക്കുള്ള അഡ്മിഷനും നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ആഫ്റ്റർ റിസൾട്ട് ഉള്ള ബാച്ച് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും 6009100300 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഇനി കമ്മിങ് ടു കട്ട് ഓഫിലേക്കാണ് നമ്മൾ കടക്കാൻ വേണ്ടി പോകുന്നത്. കട്ട് ഓഫിലേക്ക് പറയുമ്പോഴത്തേക്കും ഇന്നലത്തെ ഒരു റിസൾട്ട് വന്നതും ഒക്കെയായി ബന്ധപ്പെട്ടാണ് ഞാനൊരു സേഫ് സ്കോർ ആണ് പറയുന്നത്. റൈറ്റ്, ഇത് എക്സാക്ട്ലി കറക്റ്റ് ആവണമെന്നില്ല. ബിക്കോസ് എത്ര പേര് വിത്തിൻ കേരള റാങ്ക് എത്ര പേരുണ്ടെന്ന് അറിഞ്ഞാലേ കേരള നമുക്ക് കട്ട് ഓഫ് കാര്യങ്ങൾ പറയാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ കേരള കട്ട് ഓഫ് കറക്റ്റ് ആയിട്ട് പറയണമെങ്കിൽ എത്ര പേര് കേരള വിത്തിൻ ദാറ്റ് റാങ്ക് ഉണ്ട്. പക്ഷെ കേട്ട മാർക്ക് വെച്ചിട്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു റേഞ്ചിലേക്ക് ഞാനൊരു സേഫ് സ്കോർ പറയുന്നത്. ഗവൺമെന്റ് MBBS വേഗം പറഞ്ഞു പോകുകയാണ്. കാര്യം നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്താൽ നിങ്ങൾക്ക് തന്നെ വായിച്ചാൽ മനസ്സിലാവും. ഗവൺമെന്റ് MBBS ഒരു ഓൾ ഇന്ത്യ കോട്ട എന്ന് പറയുന്നത് ഒരു 565 ആണ് ഒരു സേഫ് സ്കോർ. ചിലപ്പോൾ അതിലും താഴേക്ക് ഒരു 10 മാർക്ക് താഴേക്ക് വരാം, 550+ ഒക്കെ വരാം. പക്ഷെ ഒരു സേഫ് സ്കോർ എന്ന് പറയുന്നത് ഇപ്പൊ എടുത്ത് പറയാൻ പറ്റുന്ന 565 ആണ്. മറ്റേത് ലാസ്റ്റ് റൗണ്ട് ഓഫ് അലോട്ട്മെന്റ് കാര്യങ്ങളൊക്കെ വരെ വെയിറ്റ് ചെയ്യുമ്പോൾ
ഭാഗ്യമുണ്ടെങ്കിൽ ഡിപ്പെൻസ് ഓൺ ദിസ് സിറ്റുവേഷൻ, ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് കിട്ടാം. ഇതാണ് ഒരു സേഫ് സ്കോർ എന്ന് പറയാൻ പറ്റുന്നത്. 565+ ആണ്. എന്നാൽ ഒരു ജനറൽ കേരളയിലെ കാര്യത്തിലേക്കാണ് ഞാൻ ഇനി കടക്കാൻ വേണ്ടി പോകുന്നത്. ഓൾ ഇന്ത്യ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. കേരളത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു ജനറൽ സ്റ്റേറ്റ് മെറിറ്റ് ആണെങ്കിൽ 590+ലേക്കൊക്കെയാണ് ഇപ്പൊ എത്തുന്നത്. കാര്യം കേരളത്തിൽ അത്രയും സ്കോറുകൾ ഉണ്ട്, റൈറ്റ്? നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ആ ഒരു 900 റാങ്ക് വരെയൊക്കെയാണ് കിട്ടുക. അത് 590+ വരെയൊക്കെയാണ് ഇപ്പൊ കാണുന്നത്. ചിലപ്പോൾ 5 മാർക്കോ 10 മാർക്കോ താഴേക്ക് വരാം. പക്ഷെ 590+ ആണ് ഒരു സേഫ് സ്കോർ എന്ന് പറയാൻ പറ്റുക. OBC ഒരു 580+ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. ദെൻ EWS ഒരു 570+, SC ആകുമ്പോൾ ഒരു 500+, ആൻഡ് ST ആകുമ്പോൾ ഒരു 480+ എന്നുള്ള റേഞ്ചിലേക്കാണ് എന്ത് വരുന്നത്, ഗവൺമെന്റ് MBBSന്റെ കേരള കട്ട് ഓഫ് വരുന്നത്. ഓൾ ഇന്ത്യ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. കട്ട് ഓഫിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ഇനി BDS എന്ന് പറയുമ്പോഴത്തേക്കും ഓൾ ഇന്ത്യ എന്ന് പറയുന്ന ഒരു 520+ വരെയൊക്കെ നമുക്ക് പറയാം. ആൻഡ് കേരള BDS സ്റ്റേറ്റ് മെറിറ്റ് ആണ് ഞാൻ പറയുന്നത്. ഒരു 530+ സ്റ്റേറ്റ് മെറിറ്റ് ഒരു BDSന്റെ കാര്യത്തിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും കട്ട് ഓഫ്. ഇനി സെൽഫ് ഫിനാൻസിങ് ആണെങ്കിൽ സ്റ്റേറ്റ് മെറിറ്റ് ഒരു 480+ നമുക്ക് പറയാം. ദെൻ ഒരു 450+ ഫോർ OBC എന്ന് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, സെൽഫ് ഫിനാൻസിങ് MBBS. മാർക്ക് മാത്രം ജസ്റ്റ് പറഞ്ഞു പോകാൻ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. മാർക്കാണ് ഞാൻ പറയുന്നത്. ദെൻ വെറ്റിനറി ഓൾ ഇന്ത്യ കോട്ട ഒരു 510+ ഒക്കെ കിട്ടും. കേരള ആകുമ്പോൾ ഒരു 535 ആണ് വെറ്റിനറി കിട്ടുക. 535 ഓർത്ത് വെക്കുക. നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്താൽ മതി. നിങ്ങൾക്ക് അതനുസരിച്ച് നിങ്ങളുടെ ഏതാണ് കോഴ്സ് നിങ്ങൾക്ക് നോക്കാം. BAMS കേരളയാണ് ഞാൻ പറയുന്നത്. ഒരു 480+ഉം BHMS ഒരു 460+ഉം ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. ഫോറസ്ട്രി ഫിഷറീസ് 460+ ആണ് കിട്ടാൻ സാധ്യതയുള്ളത്. കേരള കിട്ടാൻ ഉള്ളൊരു കട്ട് ഓഫ് ആണ് ഞാൻ പറയുന്നത്. അപ്പൊ ഇത്രയുമാണ് ഒരു സ്റ്റേറ്റ് മെറിറ്റ് ആണ് ഞാൻ അവസാനം പറഞ്ഞ കാര്യങ്ങളൊക്കെ. ഒരുപാട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ കാറ്റഗറി വൈസ് പറയുന്നില്ല. ഒരു പെരിഫറിയിൽ നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ ഡീറ്റെയിൽസ് കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് താഴെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ മാർക്ക് വെച്ചിട്ട് നിങ്ങൾ ആ ലിങ്കിൽ നിങ്ങൾക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടി പറ്റുവാണ്. നിങ്ങളുടെ നെയിമും നിങ്ങളുടെ മാർക്കും ഫില്ല് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ കോഴ്സ് ഏതാണ് നിങ്ങൾ നോക്കുന്നതെന്ന് അവിടെ ടൈപ്പ് ചെയ്ത് നിങ്ങൾ തരികയാണെങ്കിൽ നിങ്ങളുടെ ഇവിടുന്ന് ഒരു കൗൺസിലർ കോൺടാക്ട് ചെയ്തിട്ട് പ്രോപ്പർ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമ്മൾ എന്തായിരിക്കും നിങ്ങൾക്ക് കിട്ടുക എന്നുള്ളത് നമ്മൾ കൃത്യമായി പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പൊ അത് എല്ലാവരും ഒന്ന് എന്ത് ചെയ്യുക, ഫില്ല് ചെയ്തിട്ട് നിങ്ങളുടെ മാർക്ക് അനുസരിച്ച് നമ്മൾ നിങ്ങളെ കണക്ട് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇത്രയുമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ ബാച്ചിൽ ചേരണമെങ്കിൽ 6009 100 300 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.